അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോ സ്വാഗതം. അപ്പം നമ്മളിന്നൊരു കാര്യം ചെയ്ത് നോക്കാൻ പോവാണ്. അതിപ്പോൾ എങ്ങനെ ചെയ്യുന്നതാണ് ഞാൻ നോക്കുന്നത്. ഒരൊറ്റ മിനിറ്റ്. നമുക്ക് ഒരു സംഭവം ചെയ്ത് നോക്കാം. സക്സസ് ആവാമെന്ന് അറിയാൻ പാടില്ല, എന്നാലും വി ക്യാൻ ട്രൈ. ഓക്കെ, നമ്മളത് കഴുത കുഞ്ഞാണത്. കൊള്ളാല, കുഞ്ഞു കഴുത കുഞ്ഞുണ്ടോ. നമുക്ക് ഇവിടെ നിന്ന് ഇത്തിരി മോളിക്കൊണ്ടുപോകാം. എന്തിനാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. നിങ്ങളെന്തായാലും നോക്കിക്കോ, നിങ്ങൾക്കെല്ലാം ഉപകാരപ്പെടും. ഇത് മതി. നമുക്ക് ഇവിടെ നിന്ന് 1 2 3 4 ഞടിയും 1 2 1 2 1 2 1 2 സ്വല്പം 2 1 2 3 1 2 3 1 2 3 1 2 3. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഗൈസ്, നമുക്കിപ്പോൾ 14 സബ്സ്ക്രൈബേഴ്സാണുള്ളത്. ആരോ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, നമുക്ക് പിന്നെയും കളിയിലേക്ക് മുന്നേറാം. അതിനിങ്ങനെ ഉണ്ടാക്കിയപ്പോൾ പറ്റില്ല. ഇപ്പം ശരിയാക്കി തരാം. നമുക്ക് ഇതൊന്ന് ഈ ലെവലും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഇത് ഇത്ര അടിയിൽ കൊണ്ടുവന്നിട്ട് ഓക്കെ, ഇവിടെ നിന്ന് വേണം ചിങ്ങട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടുപോകാം. അങ്ങനെ ഇനി ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ സൈഡിലും ചെറുതായിട്ടും ചെയ്തെടുക്കാം. ഇവിടുന്ന് ഇങ്ങോട്ട് വരൂ സഹോദര. ഇങ്ങോട്ട് തന്നെ. നമുക്ക് ഇവിടുന്ന് പിന്നെ പരിപാടി തുടങ്ങാം. ഇങ്ങനെ ഇതൊക്കെ എങ്ങനെയാണ്ട് പോകുന്നത്. ഇങ്ങനെ അല്ല, ഇങ്ങനെ മതി. ഇതൊക്കെ മതി. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഇതിപ്പോൾ എന്തുണ്ടായി ഇവിടെ വെച്ചിട്ട് അങ്ങനെ 1 2 1 2 ഇത് മതി. ഇനി നമുക്ക് ഈ പൊട്ടിക്കൽ പരിപാടി തുടങ്ങാം. ഇത് പൊട്ടിച്ചോ. ഇനി നമുക്ക് പൊട്ടിക്കൽ പരിപാടിയാണ് നോക്കാം. ഇതൊക്കെ നമുക്കിൻ്റെ കൊണ്ടുള്ള ഇതൊന്നും നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ടാണ് നമ്മൾ പൊട്ടിച്ചുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അയ്യോ, ഈ സൈഡ് വിൽക്കാൻ മറന്നു. ഇവിടെയും കൂടി ആരംഭിച്ച് കഴിഞ്ഞാൽ കലാസ്. എത്ര ദൂരം ഉണ്ടോ എല്ലാത്തിനും? എത്രയിലൊക്കെ ദൂരം വെച്ചിടാം. കലക്കാലമായിപ്പോൾ 3 മതി. അങ്ങനെ വെച്ച് നമുക്ക് ഇത്തിരി പോവാം. ഒരെണ്ണം കൂടെ നമുക്ക് പിന്നെ ഇത് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് മുകളിൽ നിന്ന് സാധനം ചെയ്യാനുണ്ട്. അത് തന്നെ ഇത് ആവർത്തിട്ട് വയ്ക്കാം. അയ്യോ, ഇവിടെ ഇടാൻ ആവില്ല. അതവർ ശരിയായിക്കോ. ഇവിടെ എന്തെങ്കിലും ഹോളുണ്ടോ? ഇങ്ങനെ ഫുൾ ഡൈവേർട്ട് കേട്ടോ. ഇല്ല, അവരെ കുറേ നേരിടുന്നു. അതന്നെ, എന്ത് പിടിച്ചുകൊണ്ട് വന്നോളി. അത്രേ ഉള്ളു. ഹോളില്ലേ? ഈ ഒരു ഹോളുള്ളൂ, സ്ക്വയർ പോലത്തെ ഒരു ഹോള്. എന്തായാലും അടിക്ക് വരട്ടെ. പശുക്കളെ മാറി നിന്നാൽ ചിലപ്പോൾ ലാവയാണ് വരുന്നത്, ഇല്ലാണ്ട് വെള്ളത്തിലെ കുളമല്ല. അതുകൊണ്ട് സൂക്ഷിച്ചോളും. അടിമുട്ടിയാ
അടി മുട്ടിയിട്ടില്ല, അടി മുട്ടട്ടെ. ആ മാറാൻ പറഞ്ഞാലും കേൾക്കില്ല. സോറി, ഇതേമാതിരിയൊക്കെ ഉണ്ടാവുമ്പോൾ ആൾക്കാർ കേൾക്കുള്ളൂ. അയ്യോ സോറി മാറിപ്പോയി. ഓക്കെ, ഇതും കൂടി കഴിയട്ടെ. കടപ്പിച്ചോട്ടെ, കൈ പിടിക്കാം. ഓക്കെ, ഇത് കഴിഞ്ഞ് നമുക്കിൻ്റെ മുകളിൽ ഒരെണ്ണം വയ്ക്കാം. ഓക്കെ, നാളെ വയ്ക്കാം. സെറ്റായിട്ടുണ്ട്. ഓക്കെ, ഇതെന്താ ആവാത്തെ? അത് കുറേ നേരം എടുക്കുന്നു വെള്ളക്കാറ്റ്. രാത്രിയായി. നമുക്ക് ഇതിന് മുന്നേ അതിൽ വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ എടുക്കാം. ഇതെന്താന്ന് ഇപ്പം പാതിയോളം പേർക്ക് മനസ്സിലാവുണ്ടാവും ഇതെന്താന്ന്. ഓക്കെ, ഇതെന്താ ഇന്ന് മനസ്സിലാവാത്തവർക്ക് ഉണ്ടെങ്കിൽ ഇപ്പം കാണിച്ചാൽ എന്താണ്. അയ്യോ ഇതെന്തത്? അയ്യോ സോറി, നമ്മളെ ഇത് ഫ്ലോപ്പായി. കട്ട് ചെയ്തോളി. ടാറ്റ. ഞാൻ ഒരേ ഒരു കാര്യം ചെയ്യാനുള്ളൂ. അതിലോകത്ത് ആരും ചെയ്യാറില്ലാത്തൊരു ഐഡിയ ആണ്. ഫ്ലോപ്പായി പോയോണ്ട് നമുക്ക് ചെയ്ത് നോക്കാല്ലേ. ഇനി ഇവിടെ നടക്കാൻ പോണത് സ്ഫോടനം. ഇതല്ല, ഇത് ന്യൂക്ലിയർ ബോംബല്ല, ഇതിൻ്റെ അപ്പുറത്തെ ബോംബാണിത്. ഇവിടെ നടക്കാൻ പോണ പൊട്ടിത്തെറി ഇറാൻ ഇസ്രായേലും ഒരുമിച്ചുണ്ടാവില്ല. അത്രയും വലിയൊരു ആറ്റം ബോംബാണ് ഇവിടെ പൊട്ടാൻ പോണത്. 8 കലി മാറിന്നോളി. ഇവിടെ നടക്കാൻ പോണത് 8 കലി മത്സരമല്ല, സ്ഫോടനം. ഇനി നമുക്ക് ആ മോളിൽ നിന്ന് ലാവയും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ ഹൈറേ എല്ലാം കൂടി അങ്ങ് ഒറ്റയ്ക്ക് പൊട്ടിക്കണം. അല്ല വേണ്ട, ലാവ് ഒഴിച്ച് 8നെ പണിയിട്ടു. അതുകൊണ്ട് നമുക്ക് എല്ലാത്തിനും തീ കൊടുക്കാം. അതിനേക്കാൾ മുന്നേ ഞാൻ ടോപ്പിൽ നാളാൻ നോക്കിയിട്ട് ഇവിടെ നിന്ന് കണക്ഷനായിട്ട് അങ്ങ് അടിച്ചു പോകും. ഉടക്ക് നീച്ചുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് കത്തിട്ട് കൊടുക്കാം. ഇനി ഇവിടെ എല്ലായിടത്തും നമുക്ക് ഇരിക്കണം കേട്ടോ. അവിടെ പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ പൊട്ടിക്കോളൂ കേട്ടോ, മരുന്ന് പൊട്ടിക്കോളൂ. അയ്യോ, എല്ലാവരും വിചാരിക്കണം അത്രയും വലിയതായിട്ടൊന്നും പൊട്ടിയില്ലല്ല. അപ്പം അടിയിൽ പോയിട്ട് പൊട്ടണം ബോംബൊക്കെ. നമ്മൾ ഇന്ന് കത്തിക്കുന്ന ആർക്കും അറിയാൻ പാടില്ല. ഇന്നിവിടെ ഒരു ഭൂകമ്പം മച്ചാന്മാരെ നടക്കാൻ പോണത്. ഭൂകമ്പം എന്ന് വെച്ചാൽ ഭൂമിയിലുണ്ടാവാത്ത ഭൂകമ്പം. ഈ കെട്ടിടം നിറച്ച് ഇപ്പോൾ ബോംബും കൂടെ കുളിച്ചേക്ക. ആറ്റം ബോംബും കൊണ്ട് മൊത്തം ഞാൻ കുളിപ്പിക്കും. ഈ സിറ്റി കത്തിക്കും ഞാൻ. ഞാൻ കൂടി അടിയിൽ പോയി പൊട്ടണ്ടിരുന്നാൽ മതിയായിരുന്നു. ഇന്നിവിടെ നടക്കാൻ പോണത് നേരത്തെക്കാളും അതിഭീകരമായ ഒരു പൊട്ടിത്തെറിയാണ്. വെറും ഇത്തിരി ഭീകരമല്ല, കൊടും ഭീകരമായൊരു സ്ഫോടനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. സ്ഫോടനം അപ്പോൾ ശരിയാക്കിത്തരാം. ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ ബോംബ്, ഒരു ഗുമ്മിനല്ല. നമുക്ക് ഇവിടെ ഫുള്ളങ്ങ് ആറ്റം ബോംബാക്കാം. ഈ ഇതെന്താ മുകളിൽ. ഇനി നമുക്ക് ഇവിടെ കിട്ടുന്ന പിക്കുക, കത്തിക്കുക. ഇനി ഇവിടെ ആറ്റം ബോംബോ എന്ത് ബോംബ് വഴി നടന്നാലും നമുക്കൊരു കുഴപ്പമില്ല. ഒറ്റ കുഞ്ഞിങ്ങോട്ടൊക്കെ വന്ന് പൊട്ടണം. അപ്പം ഇതാണ് നമ്മുടെ അത്രയും വലിയൊരു സ്ഥലത്തിൻ്റെ അവസ്ഥ. ഇത്ര ഗതികെട്ട ബിൽഡിങ് ലോകത്ത് വേറെ ഒന്നും ഉണ്ടാവില്ല. ഞാൻ പറയണു. അവിടെ പൊട്ടിത്തെറിക്കിടക്കടെ കൊടുക്കും, ഇവിടെ തന്നെ കൊടുക്കും.
പൊട്ടി. ഇത്രേ ഉള്ളൂ. കഴിഞ്ഞാച്ച് ഗൈസ്. നമ്മളപ്പോൾ ഒരു സ്ഫോടനം നടത്താൻ പോണു. വെറുതെ ഒരു സുഖത്തിന്. ഈ ലോകത്താരും നടത്താത്തൊരു സ്ഫോടനമായതുകൊണ്ടേ എനിക്കൊരു ഇതുണ്ട്. ഇവിടെ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ഭയം. ഈ നാള് എത്തിക്കൊണ്ടിരുന്ന മതിയായിരുന്നു. ഓക്കെ, നമുക്കിവിടെ പപ്പട വട. ഇവിടെ പപ്പട വട ഇരിക്കും. പപ്പട വട നമുക്ക് സാധാരണ നമ്മൾ വീടുണ്ടാക്കാൻ എന്തും കൊണ്ടാണ് ഇതും കൊണ്ട്. നമ്മളിന്ന് ബോംബും കൊണ്ടാണ് വീടാക്കാൻ പോണത്. ബോംബും കൊണ്ട്. വീടല്ല, കെട്ടിടം തന്നെ പണിയും നമ്മൾ. നമ്മുടെ വീട്ടിൽ ഇത്ര സ്പേസ് ഒന്നും പോരല്ല. ഇങ്ങോട്ട് ഇങ്ങോട്ട് വരണ്ടേ? ഓക്കെ. നമ്മുടെ കെട്ടിടം നമ്മൾ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കെട്ടിടം നമ്മൾ ഒരിക്കലും പൊട്ടിക്കില്ല കേട്ടോ. നമ്മൾ പൊട്ടിക്കൂല. നമുക്ക് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു കെട്ടിടമാണ്. അതും ബോംബും കൊണ്ട്. ഞാനൊരു കുഞ്ഞിലാവ പതിച്ച പിന്നെ ഇനി ഭൂമിയിൽ പോലും ഈ സ്ഥലം ബാക്കി ഉണ്ടാവില്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇന്നിവിടെ നടക്കാൻ പോകുന്നത് ഭൂമിയിൽ ഏറ്റവും വലിയൊരു സ്ഫോടനം. ഇത്രയും വലിയൊരു സ്ഫോടനം എവിടെ ഉണ്ടായിട്ടുണ്ടാവില്ല. നിങ്ങളിപ്പോൾ വിചാരിക്കും ഇതന്നെയാണ് ഞാൻ കുറേ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതല്ല. ഞാൻ ഒന്നും വെക്കാണ്ട് വെറുതെ ഇങ്ങനെ പൊടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വലിയ സ്ഫോടനം. ഓക്കെ, നമുക്ക് പൊട്ടിക്കാം. പെട്ടെന്ന് പൊട്ടിയാട്ടെ. യെസ്, പെട്ടെന്ന് നമുക്കിതൊന്ന് നിറയ്ക്കാനേ. ഇതും കൊണ്ടൊന്നും വീട് തീരുമാനം എനിക്ക് തോന്നുന്നില്ല. ഇത് പെട്ടെന്ന് നമുക്കൊന്ന് ഈ ബിൽഡിംഗ് ഒന്ന് പണിഞ്ഞ് വരാം. അങ്ങനെയല്ല, നമുക്ക് അതിനടുത്ത് മാറിയെന്നോ. ഇവിടെ ശരിക്കും ഒരു ആറ്റം ബോംബ് ഇത്രയും ഉണ്ടാവും ഗെയിമിൽ. നമുക്ക് ഇനിയൊരു വീഡിയോ പണിയാം. നമുക്ക് ഇന്നിവിടെ ഒരു പൂത്തിരിപ്പടക്കം പിടിക്കട്ടോ. പൂത്തിരിപ്പടക്കം ഇവിടെ കുറേ വട്ടം ഇവിടുത്തെ പറയണ ഒത്തിരി മാറിക്കാൻ. കുറച്ച് അതിൻ്റെ ഉള്ളിൽ തൊട്ടടുത്ത് നിൽക്കണം. എപ്പോഴാണ് സ്ഫോടനം ഉണ്ടാവുക, എപ്പോഴൊന്നും ഉണ്ടാവും പറയാൻ പറ്റുള്ളൂ. ഇപ്പം രണ്ടുപേരുണ്ട്. എന്നാ സ്ഫോടനം ഉണ്ടാവുമെന്ന് വെച്ചാൽ ഇന്നലെ ഉണ്ടാവും. ഇതെനിക്ക് ഉറപ്പാണ്. ഇന്ന് നടക്കാൻ പോണ നോർമൽ സ്ഫോടനം അല്ലടോ. ഈ ലോകത്തെ ഏറ്റവും വലിയ ഈ മൈൻക്രാഫ്റ്റിലെ ഏറ്റവും വലിയ സ്ഫോടനം ഇതായിരിക്കും ചിലപ്പോൾ തോന്നണു. കാരണം നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ബോംബിൻ്റെ ഒരു കെട്ടിടം. ഇതുപോലെ ആരെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവോ? എൻ്റെ അഭിപ്രായത്തിൽ ആരും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലെന്നാണ്. പിന്നെ നിങ്ങൾ അങ്ങനത്തെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ കണ്ടിട്ടില്ലേ, ഉണ്ടോന്ന്. കണ്ടത് മൊത്തം വേറെ കളറിലുള്ള സാധനങ്ങളൊക്കെ പൊട്ടിക്കുന്നതേ കണ്ടിട്ടുള്ളൂ. എന്നാലും അതാണ് ഇത്ര എണ്ണം അടുപ്പിച്ചങ്ങ് വെച്ച് പൊട്ടിക്കാൻ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല. അതുകൊണ്ട് വെച്ചാണ്. ഓക്കെ, നമുക്കിവിടെ ഉണ്ടാക്കി പൊട്ടിച്ചിട്ട് എന്താണെന്നൊന്നും അറിയില്ല. സോറി, നമ്മൾ പൊട്ടിക്കണില്ലല്ലോ അല്ലേ? നമ്മൾ പൊട്ടിക്കണില്ല. പൊട്ടിക്കുകയാണെങ്കിൽ സർപ്രൈസ് പൊട്ടിയിലിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇത് മൊത്തം അങ്ങ് ഇത് പെട്ടെന്നൊന്ന് നിറഞ്ഞാട്ടെ. ലാസ്റ്റ് ലെയറാണ്. നമുക്ക് പെട്ടെന്ന് അത് കഴിക്കാം. ഈ ബോംബൊക്കെ വിടുന്നോട്ടെ, അതിൽ ആവശ്യം വരുമ്പോൾ പൊട്ടിക്കാം. സമയം രാവിലെ ആവട്ടെ. നമുക്കില്ലേ വെറുതെ പൊട്ടിക്കുന്ന പോലെ കാട്ടാ. പൊട്ടിക്കൊന്നുമില്ല. പൊട്ടിക്കുന്ന പോലെ ഓൺലി ആക്ഷൻസ്. ഇത് വേണ്ട. അല്ല സപ്പ് ഇത് വേണ്ട. നമുക്കൊരു ലിവറും ഇത് മാത്രം മതി. നമുക്ക്
രാത്രി ഇതിങ്ങോട്ട് വിരിച്ചു കൊടുക്കുക. ഓ രാവിലെ ആയല്ലോ. അവരൊക്കെ കത്താൻ തുടങ്ങി. അപ്പം ഇനി അവരിനേക്കാളും ഈ പൊട്ടിനേക്കാളും മുന്നേ വിരിക്കും. നമ്മളെന്തായാലും പൊട്ടിക്കലില്ല. പൊട്ടിക്കാൻ ഞാൻ പറഞ്ഞില്ല, ഒരു സർപ്രൈസ് പൊട്ടിക്കലായിരിക്കും. ഓക്കെ, സ്വിച്ച് ഓൺ ആക്കാൻ പറ്റുമോ? ഇല്ലില്ല. അപ്പോൾ നമുക്കിനി കണ്ടറിയാം. ഗ്ലിച്ചായോ? എന്താ അതെന്താ ഗ്ലിച്ചായെന്ന് തോന്നുന്നു. എന്ത് സംഭവം? കണ്ട, ഇത് അനങ്ങിയിട്ടില്ല. ഇവിടുന്ന് ഗ്ലിച്ചായി. ഇപ്പം ഗ്ലിച്ചെല്ലാം മാറി ഒരു പ്രദേശമുണ്ട്. ശരിയപ്പം കുറേ ജീവികൾ ഇതിനകത്ത് മിരിച്ചിട്ടുണ്ട്, കാണാൻ പറ്റും. ഇത് കണ്ട കുറേൻ്റെ എല്ലാം അയൺ. ഇവിടെ കുറേ അയണുണ്ട് കേട്ടോ. അയൺ ഇവിടെ ഇന്നത്തെ മൊത്തം അയണാണല്ലോ. നമുക്ക് ഇവിടെ ഇത്തിരി വെള്ളമുണ്ട്, നമുക്ക് പൊടിച്ചിടുക. ഇവിടെ മൊത്തം വെള്ളക്കുളമായിക്കോട്ടെ. ശരി എന്നാൽ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമുക്കിനി വല്ല സ്ഫോടനമോ ഇതുപോലെ നടത്തണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ നടത്തും. ഇതൊക്കെ അത്രേ ഉള്ളൂ. പിന്നെ ഗൈസ്, നമ്മുടെ ഈ ചാനൽ 15K അടിക്കാൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. 15 പോട്ടെ, ഒരു 100 സബ്സ്ക്രൈബേഴ്സെങ്കിലും എത്തിക്കാൻ നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ പോയി നോക്കാം. എവിടെ നിന്നാണ് എൻട്രി? അതെന്തൊക്കെയാണ് നടന്നുണ്ട്? നമുക്കൊന്ന് ലൈറ്റ് അടിച്ചു നോക്കാം. നമുക്കൊന്നും കാണാൻ പറ്റില്ല. ലൈറ്റിലൊക്കെ താടോ. ഇനി ലൈറ്റിന് കളർ കൊണ്ടിരിക്കും. തീരാനില്ല. അവിടെ കുറേ അയൺ കിടപ്പുണ്ടല്ലോ. ഇത് സ്ഥലം ഇങ്ങനെ കുറേ അയൺ ഇതൊക്കെ കിടപ്പുണ്ട് ഗൈസ്. ഞാനിവിടെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരു സീക്രട്ട് സ്ഥലം ഉണ്ടാക്കി വയ്ക്കാൻ പോകുന്നു. നിങ്ങളിപ്പോൾ ചോദിക്കുമ്പോൾ അതെന്തായിരിക്കുന്നു? അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. നമുക്ക് ഇനിയൊരു സാധനം കൂടി വേണം. ഇത് നമുക്ക് കിട്ടില്ല. നമ്മൾ അവരിനോടെ കളയാം. അതെ, ഇനി നമുക്ക് മറ്റു സാധനം എടുക്കാം. എന്ത് ശരി, ഇതൊരെടുത്ത് വിളിക്കാം. ഇത് വേണ്ട, അത് ഈ ഒരു ജസ്റ്റ് എടുത്ത് വിളിക്കാം. നമുക്ക് ഇവിടെ ഒരു ജസ്റ്റ് വയ്ക്കാം, അവിടെ ജസ്റ്റ് വയ്ക്കാം, ഇവിടെ ഒരു ജസ്റ്റ് വയ്ക്കാം, ഇവിടെ ജസ്റ്റ് വയ്ക്കാം. അപ്പോൾ ടോട്ടലി കുറേ ജസ്റ്റ് ഉണ്ട്. നമുക്ക് ഇങ്ങോട്ട് കയറ്റി വയ്ക്കാം. ഇതെടുക്കാം. ഇതിനകത്ത് നമുക്ക് കൊടുക്കുക ഒരു ലോട്ടറി തന്നെ കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ കാട്ടിക്കോട്ടെ. ഞാൻ പിന്നെ ഇതന്നെ എടുക്കുകയാണ്. ആ പെട്ടി നാരായണ വരെ നമ്മൾ ഇത് തന്നെ നിറച്ച് വയ്ക്കും. എങ്ങനെയുണ്ട് ബുദ്ധി? സോറി ആളെ മാറിപ്പോയി. ഇരുന്നോ, ഇതിടുന്നു. ഇല്ലാത്ത നമ്മുടെ സ്ഥലം കൊടുക്കും. ഓക്കെ, ഇനി ഒരു പാക്കും കൂടി വേണ്ടി വരില്ല. ഒരു പാക്കിൻ്റെ ഹാഫും കൂടി നമുക്ക് വെച്ച് കൊടുക്കാം. ഓക്കെ, എടുക്കാം. അയ്യോ, ഇത്തിരി കുറഞ്ഞു വരും. ഒരു 3 കൂടി എടുക്കാം. 1 2 3. നമുക്കൊരു ലോട്ടറി സ്ഥലമായിക്കോട്ടെ.
നമ്മൾ നിറച്ചിട്ടുണ്ട്. അതും കൂടിയായ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്പെഷ്യൽ തിങ് കൊണ്ട് നിറയ്ക്കാം. ഏത് ഈ സംഭവം കൊണ്ട് ഇത് മൊത്തം നിറച്ച് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഇതിനകത്തേക്ക് ഇതെല്ലാം നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അത് പൊക്കോട്ടെ, ഇതും പൊക്കോട്ടെ. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നമ്മുടെ ഈ ചാനൽ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.